ഭയങ്കര പോസിറ്റീവ് വൈബുള്ള ഒരു സ്ഥലം. ഈ വീട്, ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ നല്ല രസമുണ്ട്. കൊറേ കൊല്ലായി, 25 കൊല്ലായി വീട്ടില് താമസിക്കുന്നു. 25 വർഷമായി. ഓക്കെ ഓക്കെ, അത്രയും പറയില്ല കണ്ടു കഴിഞ്ഞാലും. പുതുമയുള്ള നല്ല മണങ്ങളുള്ള ഒരു വീട്. ഞാൻ ചേച്ചിയടുത്ത് സംസാരിച്ചു തുടങ്ങിയത് ഞാൻ പറഞ്ഞു നല്ല ചന്ദനത്തിന്റെ മണം ഉള്ള എന്ന് പറഞ്ഞു. അപ്പം അതിനൊരു പ്രത്യേകത കൂടി ഉണ്ട് അല്ലേ? അപ്പം എന്താണെന്ന് പറഞ്ഞു. സ്വന്തം പെർഫ്യൂം, ഒരു പുതിയ ബിസിനസ് കൂടി വരാൻ പോവാണ് എന്നുള്ളതാണ്. അതെ, സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇൻഡസ്ട്രിയിൽ തന്നെ പെർഫ്യൂം ബിസിനസ് ആയിട്ടുള്ള വേറെ ആരുമില്ല, സ്ത്രീകളൊട്ടുമില്ല. അപ്പൊ ഞാൻ ഇപ്പൊ 3 വർഷമായി എന്റെ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് തുടങ്ങിയിട്ട്. വശ്യഗന്ധി എന്നാണ് അതിന്റെ പേര്. ഊർമിള ഉണ്ണീസ് വശ്യഗന്ധി എന്നാണ് പേര്. പേര് പോലെ തന്നെ അപ്പൊ അതിന്റെ മണമാണ് കിട്ടിയത്. അപ്പൊ അതിന്റെ സ്പ്രേ ആണ് ഇറക്കിയിട്ടുള്ളത്. ഇനിയൊരു തൈലവും കൂടെ ഇറക്കാൻ പോവാണ്. അതിന്റെ ലോഞ്ചാണ് ഇപ്പൊ. ഈ വേൾഡ് പെർഫ്യൂം ഡേ ആണ് ജൂലൈ 5-ാം തീയതി. ശരി ശരി, അന്ന് ഇറക്കും. ഓക്കെ. അപ്പൊ പുതിയൊരു ബിസിനസ്സും കൂടെ ആവുന്നു. ഞാൻ ചോദിക്കണേ, ഇതിനൊക്കെ എവിടുന്ന സമയം? അതിനല്ലേ സമയമുള്ളൂ, സിനിമയൊന്നും ഇല്ലല്ലോ. ഞങ്ങളിപ്പം 24 മണിക്കൂർ തികയുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളതിനൊക്കെ സമയം ഉണ്ടാവും. എല്ലാം പ്രയോറിറ്റിയാണ്. ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. നമുക്ക് ഇഷ്ടമുള്ളതിന് എല്ലാത്തിനും നമ്മൾ എത്ര നേരം ഫോണും പിടിച്ചോണ്ട് ഓരോരുത്തർ ഇരിക്കുക, ഇഷ്ടമുള്ളതുകൊണ്ട്. അതെ, അതിനോടുള്ള ഒരു ഇഷ്ടം എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞു വരുമ്പം ഇത് നമ്മള് ലോഞ്ച് ചെയ്യാൻ പോണുള്ളൂ അല്ലേ? അതെ അതെ. ഞാൻ ഈ സ്പ്രേ ഏതാന്നൊന്ന് വെറുതെ കാണിച്ചു തരാം. ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് വശ്യഗന്ധിയുടെ സ്പ്രേ. നല്ല വുഡൻ ബോക്സ്. വുഡനല്ല കേട്ടോ, ഇത് പേപ്പറാണ്. വുഡൻ ബോക്സിന്റെ ഇതാണ് പെർഫ്യൂം. കണ്ടോ, നല്ല 100 ml ആണ്. 1000 സ്പ്രേ വരെ കിട്ടും കേട്ടോ അതിൽ. ഇതാണ് എന്റെ പ്രിയപ്പെട്ട വശ്യഗന്ധി. അപ്പൊ പേര് പോലെ തന്നെ ഞങ്ങൾ ഇവിടെ വന്നപ്പോ വശീകരിച്ചു. ഇനി ഇത് കൂടുതൽ കസ്റ്റമേഴ്സിലൂടെ എത്തട്ടെ. എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ സിനിമയിലുള്ള സുഹൃത്തുക്കൾ തന്നെയാണ് ഇതിന് ഏറ്റവും പ്രൊമോഷൻ തന്നിട്ടുള്ളത്. ഓരോരുത്തരും കൊണ്ടുപോയിട്ട് ചേച്ചി വളരെ ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് ഓരോ വീഡിയോ എടുത്ത് തരുമ്പോൾ എനിക്കത് പോസ്റ്റ് ചെയ്യുന്നതിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത് വാങ്ങുന്നത്. അതിൽ ഏറ്റവും എനിക്ക് പ്രധാനമായിട്ട് താങ്ക്സ് പറയാനുള്ള 2 പേരുണ്ട്. അതെനിക്കിത് പറയാതെ പറ്റില്ല ക്യാമറയുടെ മുമ്പിൽ. ഒന്ന് മഞ്ജു പിള്ള, ഒന്ന് ദേവി ചന്ദന, 3ാമത് സന്തോഷ്. അപ്പോ ഈ 3 പേരുമാണ് ഏറ്റവും കൂടുതൽ എനിക്ക്. അവരുടെയൊക്കെ വീഡിയോ വരുമ്പോ ഒരുപാട് പേരിങ്ങനെ ചോദിക്കും. അപ്പൊ അടുത്തത് വരാൻ പോണത് ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ തന്നെ തൈലമാണ്. ഈ വശ്യഗന്ധിയുടെ തൈലമാണ് ഇത്. അത്ര പോലെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് 20 ml ആണ് വരുന്നത്. ഈ ബോട്ടിലുണ്ടോ, അതാണ് അതിന്റെ കുപ്പിയുടെ പ്രത്യേകത. അതാണ്. അപ്പൊ അതിങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ എടുത്താൽ മതി. എന്നിട്ട് നമ്മള് തേച്ചാൽ മതി. ബോട്ടിലിന്റെ പ്രത്യേകതയാണ് അത്. എല്ലാവരും പ്രത്യേകതയോടുകൂടി ചെയ്യണല്ലോ. ഞാനും കണ്ടിട്ട് ആദ്യമായിട്ട് കണ്ടിട്ടാണ്. ഇവിടെ ഐഡിയ മുഴുവൻ അപ്പം ഇവിടുന്നാണ്. അപ്പം എല്ലാം സക്സസ്ഫുള്ളി പോട്ടെ. എനിക്ക് അഭിനയത്തിനെ കഴിഞ്ഞ് മുന്നേ സംസാരിച്ചു തുടങ്ങേണ്ടത് എഴുത്തുകളിനെ പറ്റിയാണ്. എങ്ങനെയാണ് ഇങ്ങനെ കഥകൾ ഇങ്ങനെ പറയാൻ പറ്റാന്നാണ്? കഥ കേട്ട് വളരണം. കുട്ടിക്കാലത്ത് എന്നെയൊക്കെ എൻ്റെ അച്ഛൻ ഒരുപാട് പുസ്തകങ്ങൾ വായിപ്പിക്കുമായിരുന്നു. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ബുക്ക് വായിക്കുമ്പോൾ നല്ല നല്ല പുസ്തകങ്ങൾ. അന്ന് അമ്പിളിയമ്മാനും ബാലരമയൊക്കെയാണ് അന്നത്തെ. എന്നാലും അത് വായിച്ച് തന്നെ നല്ലപോലെ കഥകൾ അറിയാം. പിന്നെ അച്ഛൻ നന്നായിട്ട് ഈ പുരാണം പറഞ്ഞു തരും കഥകൾ. അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു തരും, അമ്മ എല്ലാവരും പറഞ്ഞു തരുമായിരുന്നു. അത് കേട്ട് വളർന്നതുകൊണ്ട് ഞാൻ എൻ്റെ മകൾക്കും ഉത്തരയ്ക്കും ഞാൻ അതുപോലെ കഥ പറഞ്ഞു കൊടുത്താ വളർത്തിയിരിക്കും. രാത്രി കിടക്കുമ്പോൾ എന്നും വന്ന് അമ്മ കഥ പറയും. കുറച്ച് കഥ സ്റ്റോക്ക് കഴിയും. അപ്പൊ ഞാൻ വേറെ എന്തെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കും. അപ്പൊ പെട്ടെന്ന് ഓർമ്മ വരാത്ത ഞാൻ ഒരു പോലീസുകാരനുണ്ടായിരുന്നു. ആ പോലീസുകാരന് മകനെ ഒരു പോലീസ് ആക്കണം എന്നായിരുന്നു ആഗ്രഹം എന്നൊക്കെ. അമ്മ കിരീടത്തിന്റെ കഥയല്ലേ പറയുന്ന, മോഹൻലാലിന്റെ കാര്യം അങ്ങനെയൊക്കെ ചോദിച്ചു തുടങ്ങി. കഥ കുറച്ച് കഥ ഇല്ലാണ്ടായിട്ട് സിനിമ കഥ എടുത്തില്ല ഞാൻ. അപ്പോ അങ്ങനെ ഉത്തരയും കഥ കേട്ട് വളർന്നത് കൊണ്ട് എന്റെ എഴുത്തിന്റെ സ്വഭാവം ഉത്തരയ്ക്കും കിട്ടിയിട്ടുണ്ട്. കുറെയൊക്കെ ഞാൻ മലയാളത്തിൽ എഴുതുന്നത് ഇംഗ്ലീഷിൽ എഴുതുന്നത്, അത്ര വ്യത്യാസമുള്ളൂ. അപ്പൊ എനിക്ക് എപ്പോഴും എഴുതുമ്പോ എന്റെ അവസാനം ഇങ്ങനെ മനസ്സിൽ തട്ടണം, നമ്മുടെ തൊണ്ടയ്ക്ക് പിടിക്കുന്ന എന്തോ ഒന്ന് വേണം എന്ന ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും എഴുതി വരുമ്പോ അങ്ങനെ ആയിരിക്കും എഴുതുക.
എഴുത്തിന്റെ അവസാനം അങ്ങനെ വരും. അനുഭവക്കുറിപ്പുകൾ മാത്രമേ ഇപ്പൊ എഴുതാറുള്ളൂ. പണ്ടൊക്കെ കവിതകൾ എഴുതുമായിരുന്നു, ഇപ്പൊ കവിത എഴുതാറേ ഇല്ല. തീരെ കവിത മനസ്സിലുണ്ടാകാറില്ല. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കേട്ടു, കുറെ കഥകൾ എഴുതി വെച്ചിട്ടുണ്ട്, അത് റിയൽ സ്റ്റോറീസ് ആണ്, ചിലപ്പോ അത് എല്ലാം കൂടെ പ്രസിദ്ധീകരിച്ചാൽ ഒരു ആത്മകഥയാകും എന്നുള്ളത്. അങ്ങനെ ഒരു ഐഡിയ ഉണ്ടോ, അതോ എല്ലാം എന്താന്ന് വെച്ചാൽ ആദ്യം ആത്മകഥ ഇറക്കിയിരുന്നു, ഒരു ചിമിഴ് മനസ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമാണ് മാതൃഭൂമി പബ്ലിഷ് ചെയ്തത്. അതിന്റെ ഒരു രണ്ടാം ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ എഴുതി കൂട്ടിയത് അത്ര തന്നെ ഉണ്ട്, ഒരു 10-25 അനുഭവങ്ങളും കൂടെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇറക്കേണ്ട കാര്യം തീരുമാനിച്ചിട്ടില്ല. ചിലതൊക്കെ കുറച്ച് പച്ചയായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ബന്ധുക്കളൊക്കെ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അവർക്ക് വേദന ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനത് തീരുമാനിച്ചിട്ടില്ല, ബുക്ക് ഇറക്കണമെന്നും ഇറക്കിയാൽ തന്നെ പേരുകൾ മാറ്റി എഴുതണമെന്നും ഒക്കെയാണ്. ആത്മകഥാംശം തന്നെയാണ് മുഴുവനും. അല്ല, അത് ഇറക്കി കഴിയുമ്പോ പേരുകൾ മാറ്റിയാലും സന്ദർഭമൊക്കെ ഒന്നായിരിക്കുമല്ലോ, അപ്പം മനസ്സിലാവില്ലേ, അതൊരു വിവാദത്തിലേക്ക് പോകും. അതാ പറഞ്ഞ അറിയാത്ത വിധത്തിൽ എഴുതേണ്ടി വരും. അപ്പൊ ആത്മകഥയോട് കള്ളം പറയേണ്ടി വരും. ആത്മകഥ എന്ന് പിന്നെ അത് പറയാൻ പറ്റില്ല. ചിലപ്പോ നമ്മുടെ സങ്കല്പങ്ങളായിരിക്കാം നമ്മൾ എഴുതി പോകുന്നത്. അങ്ങനെ ആക്കാം. തീരുമാനിച്ചില്ല ഇറക്കണോ വേണ്ടോ. എനിക്ക് ഏറ്റവും എൻ്റെ ഉള്ളിൽ തട്ടിയ ഒരു എഴുത്തെന്ന് പറഞ്ഞാൽ ഉത്തരേച്ചിയുടെ കല്യാണത്തിന് ആ വീഡിയോ വരുമ്പോൾ ഉള്ളൊരു നറേഷൻ ഉണ്ട്. അമ്മ ഒരു മകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സാധനം, ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു അല്ല, അത് മുന്നേ കണ്ടായിരുന്നു, ഞാൻ ഇപ്പൊ വീണ്ടും ഒന്നുകൂടെ കണ്ടു. കല്യാണ സമയത്താണല്ലോ ആ വീഡിയോ വന്നത്, അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അത് കണ്ട ഓർമ്മയിൽ ഞാൻ വീണ്ടും ഒന്നുകൂടെ കണ്ടു. എനിക്ക് ഇഷ്ടായി. അതിന്റെ പേര് ഞാൻ കാഞ്ചന കസവിട്ട് ഉത്തരാവണ്ണി എന്നായിരുന്നു. ഉത്തരാ സ്വയംവരം ആണ് ഹൈലൈറ്റ്. സ്വയംവരം എന്നുള്ളത് കല്യാണം ആയതുകൊണ്ട് ഈ കാഞ്ചന കസവിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഞ്ചന കസവിട്ട് പൂഞ്ചേല കൊടുത്ത് നെഞ്ചയും അമ്പുമായി വന്നിരുന്നു ഉത്തരാ സ്വയംവരം കഥകളി കാണുക. ഉത്രാട രാത്രിയിൽ പോയിരുന്നു എന്നാണല്ലോ. അപ്പൊ ആ മറ്റേ ശ്രീമാരൻ തമ്പി സാർ എഴുതിയ ആ വരികൾ എപ്പോഴും എന്റെ മനസ്സിലുണ്ടായിരുന്നു, ഉത്തരാ സ്വയംവരം കഥകളി. അപ്പൊ അതിൽ നിന്നാണ് ഞാൻ കാഞ്ചന കസവിട്ട് ഉത്തരാവണ്ണി എന്നുള്ള ടൈറ്റിൽ കൊടുത്തത്. അതിന് ഉത്തര ജനിക്കുന്നത് 11 വർഷത്തിന് ശേഷമാണ് അല്ലേ? വളരെ വൈകി ഉണ്ടായ മോളാണ്. അപ്പൊ എനിക്കൊരു പ്രത്യേക വാത്സല്യം കൂടുതലായിരുന്നു. എന്തായാലും നല്ല ആളെ കിട്ടി, നല്ല കല്യാണം, പിന്നെ നല്ലൊരു കുഞ്ഞുവാവിയുണ്ട്, മോളുണ്ട്. ഉത്തരേച്ചിയായിട്ട് ഞാൻ പേഴ്സണലി സംസാരിക്കുന്ന ആളാണ്. അപ്പം കല്യാണങ്ങൾ പറഞ്ഞു വരുമ്പോ ലാസ്റ്റ് പറയുന്ന ഒരു മോള് പോകുമ്പോ അമ്മയുടെ വേദനയൊക്കെ ഇനി അച്ഛന്റെ വേദനയെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.